ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഒരു മരം, ആ മരം നൽകുന്ന ചരിത്രത്തിൻ്റെ സന്ദേശം, മരുഭൂമിയിലെ തണൽ മരമായ സിദ്രയെക്കുറിച്ചുള്ള വാർത്താവിശേഷം. മരുഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളിൽ പ്രഥമ പരിഗണന തീർച്ചയായും ഈന്തപ്പനയ്ക്ക് തന്നെയാണ്. എന്നാൽ ഈന്തപ്പന പോലെയോ അതിനേക്കാൾ ഏറെയോ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു വൃക്ഷമുണ്ട് മരുഭൂമിയിൽ. സ്വർഗത്തിലെ മരമായി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള സിദ്ര എന്ന മരം. മരുഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളിൽ പ്രഥമ പരിഗണന പലപ്പോഴും ഈത്തപ്പഴങ്ങൾക്കാണ്. എന്നാൽ ഈന്തപ്പനയേക്കാൾ കൂടുതലായി പരാമർശിക്കപ്പെടുന്ന മറ്റൊരു വൃക്ഷമുണ്ട് മരുഭൂമിയിൽ. സ്വർഗത്തിലെ മരമായി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള സിദ്ര എന്ന മരം. തിളച്ചുരുകുന്ന മരുച്ചൂടിൽ ഒരു ഇല പോലും വാടാതെ നിൽക്കുന്ന അത്ഭുത സസ്യമാണ് സിദ്ര. നല്ല പച്ചപ്പോട് കൂടി പടർന്നു നിൽക്കുന്ന ഈ വൃക്ഷം ഈ ഒറ്റ കാരണത്താലാണ് പ്രാചീന ഗ്രന്ഥങ്ങളിലും ഇടം പിടിക്കുന്നത്. ഇന്ത്യയിൽ ബെറി എന്നും വാഗമരം എന്നുമൊക്കെ വിളിപ്പേരുള്ള വൃക്ഷവുമായി സാദൃശ്യമുള്ള മരമാണിത്. സിദ്രയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ജലാംശം കുറവാണെങ്കിലും പന്തലിച്ച് നിൽക്കാനും അതിൻ്റെ താഴ്വേരുകളിൽ പോയി ജലം ഉള്ള ഭാഗത്തേക്ക് എത്തിപ്പെടാനൊക്കെ ഉള്ള കഴിവ് ഈ സിദ്രക്ക് ഉണ്ട്. കൂടുതൽ വൃക്ഷങ്ങളില്ലാത്ത മരുഭൂമിയിൽ പഴയ കാലങ്ങളിൽ തീ കത്തിക്കാൻ വിറകിനായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഈ മരം സിദ്ര. ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമായിരുന്നില്ല സിദ്ര മരം ഉപയോഗിച്ചിരുന്നത്. അനന്തമായ മരുഭൂമിയിലെ മനുഷ്യവാസം തിരിച്ചറിയാൻ, ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ സിദ്ര കൊമ്പുകൾ കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം കണ്ടെത്തി വലിച്ചെടുക്കാനുള്ള കഴിവാണ് സിദ്ര മരത്തെ വ്യത്യസ്തമാക്കുന്നത്. മക്കയിൽ സിദ്രമരങ്ങൾ സംരക്ഷിക്കാൻ പ്രവാചകൻ മുൻകൈ എടുത്തിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. ഭൂമിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ ഈ വൃക്ഷം അത്യാവശ്യമാണെന്നും അതിനാൽ സിദ്രമരം മുറിച്ചു മാറ്റരുതെന്നും പ്രവാചകൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വൃക്ഷങ്ങളില്ലാത്ത മരുഭൂമിയിൽ പഴയ കാലങ്ങളിൽ തീ കത്തിക്കാൻ വിറകിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന മരമാണിത്. അനന്തമായ മരുഭൂമിയിലെ മനുഷ്യവാസം തിരിച്ചറിയാനും ഒറ്റപ്പെട്ടു പോകുന്നവർ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനുമൊക്കെ സിദ്ര മരക്കമ്പുകൾ കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. ഇലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സിദ്ര എന്ന് പറഞ്ഞാൽ 10-14 തരം രീതിയിൽ എന്തുണ്ട് ഈ മരം സിദ്ര ഉണ്ട്. അത് ഇറാനിൻ്റെ മലമടക്കുകളിൽ വളരുന്നുണ്ട്. ജോലാൻ കുന്നുകളുള്ള സിറിയൻ്റെ ഭാഗത്ത് വളരുന്നുണ്ട്. മരുഭൂമിക്ക് ഏറ്റവും പ്രിയമായ ഒരു വൃക്ഷമാണ് ഇത് സിദ്ര. എന്നാൽ ഇന്ന് സിദ്ര കൂടുതലായും അറബ് രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നത് തണൽ വൃക്ഷങ്ങൾ എന്ന നിലയിലാണ്. ഖത്തറിൽ വ്യാപകമായി റോഡിന് ഇരുവശത്തും സിദ്ര വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിലെ ചൂടിൽ അല്പം ആശ്വാസം നൽകാൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ അത്ഭുത മരത്തിന് കഴിയുമെന്നത് തന്നെയാണ് ഇതിന് കാരണം. സിദ്രയുടെ ഇലകൾക്ക് മികച്ച ഔഷധ ഗുണവും ചർമ്മരോഗങ്ങൾക്ക് ഔഷധമായി സിദ്രയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം ഉപയോഗപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇന്ന് സിദ്ര കൂടുതലായും അറബ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് തണൽ വൃക്ഷങ്ങൾ എന്ന നിലയിലാണ്. ഖത്തറിൽ വ്യാപകമായി റോഡിന് ഇരുവശങ്ങളിലും ഇപ്പോൾ സിദ്ര വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിലെ ചൂടിൽ അല്പം ആശ്വാസം നൽകാൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ അത്ഭുത സസ്യത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. എത്ര കഠിനമായ ചൂടിലും പച്ചപ്പ് നഷ്ടമാകുന്നില്ല എന്നതാണ് ഈ മരത്തിന്റെ പ്രത്യേകത. നല്ല കടും പച്ച നിറത്തിൽ കണ്ണിന് കുളിർമയായി മരുഭൂമിയിൽ വളരുന്ന ഈ വൃക്ഷത്തെ ഭൂമിയിലെ അത്ഭുതങ്ങളിൽ ഒന്നായി കാണുന്നതിൽ തെറ്റില്ല. മരുഭൂമിക്ക് ഇങ്ങനെ ചരിത്രാനുഭവങ്ങളുടെ തുടർച്ച പറയാനുണ്ടാവും. ഇന്ന് നാം കാണുന്ന മരുഭൂമി ഒരു കൗതുക ലോകമാണ്. എന്നാൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മരുഭൂമി ഒട്ടേറെ ചരിത്രാനുഭവങ്ങളുടെ ചുട്ടുപൊള്ളുന്ന പ്രതീകമാണ്. ഇന്നലത്തെ തീവ്രാനുഭവം ഇന്നത്തെ വിനോദസഞ്ചാര അനുഭവമായി മാറുന്നത് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യമല്ല, ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ അബുദാബി കേരള സോഷ്യൽ സെൻ്ററിൽ വെച്ച് നടന്ന ടോക്ക് ഷോയുടെ സംവാദത്തിൻ്റെ ഒരു ഭാഗം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് അടുത്തത്. ഗൾഫ് ഫോക്കസിൻ്റെ സംവാദത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. വളരെ കാലിക പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഉന്നയിക്കുന്നൊരു ചോദ്യം, ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ 49 ദിവസമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ മുഴുവൻ ആളുകളും, ഒരുപക്ഷെ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് നമുക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട്
പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ നേതാക്കന്മാർ അവരവരുടെ സംസ്ഥാന തലത്തിലുള്ള യോഗം ചേർന്നിട്ട് പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ നോക്ക്. കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആവട്ടെ, ജനതാദളാവട്ടെ, RSP ആകട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച് KM മാണി, കേരള കോൺഗ്രസിന്റെ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗവൺമെന്റ് പുതിയ പ്രതീക്ഷ നൽകുന്നു എന്ന് കൃത്യമായിട്ട് അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമാണ്. അല്ല, അത് പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവിടെ ഇപ്പോൾ കൂടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, ഞാൻ പറയുന്നത് പ്രതിപക്ഷമില്ല എന്നുള്ള, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയമാവാം, കക്ഷി രാഷ്ട്രീയമാകാം, പക്ഷേ വസ്തുതകളായി കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് പൊതുവായ ഒരു ചർച്ചയിലേക്ക് പോകാം. അതായത് ഇപ്പം സ്ത്രീ സുരക്ഷ എത്രത്തോളം ഇനിയും ചെയ്യണം, നമുക്കൊരു അഭിനന്ദനീയം എന്ന രീതിയിലല്ലാതെ ക്രിയാത്മകമായ ചർച്ചയിലേക്ക് പോകണം. പ്രവാസികൾക്ക് ഇത്ര കൊടുത്ത ഒരു സർക്കാർ, നമുക്കറിയാം കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന കാലത്ത് മാത്രമാണ് പ്രവാസികൾക്ക് കൃത്യമായി ഔദ്യോഗികമായി പരിഗണന കൊടുത്തിട്ടുള്ളത്. UDF ഗവൺമെന്റ് പുനരധിവാസ പദ്ധതി, പ്രവാസികളുടെ പുനരധിവാസ പദ്ധതി എന്നുള്ള നിലക്ക് 12 കോടി നീക്കിവെച്ച സ്ഥാനത്ത് അത് നേരെ ഇരട്ടിയാക്കി 24 കോടി, അങ്ങനെ മൊത്തം 34 കോടി രൂപയുടെ പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നു. ഇതൊക്കെ ഓരോ 5 വർഷം കഴിയുമ്പോഴും കേരളത്തിൽ ഭരണം വരും, ഇടതുപക്ഷം വരും, UDF ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ ടീച്ചർ ഒന്നും മനസ്സിലാക്കാതെ പറഞ്ഞല്ലേ, ടീച്ചർക്ക് അതിൻ്റെതായ അറിവുണ്ട്. പക്ഷേ ടീച്ചർ ഒന്ന് ചിന്തിക്കണം, സ്ത്രീ സുരക്ഷയ്ക്ക് വളരെ കാതലായ ഉറപ്പ് സ്ത്രീകളെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്ന ഇവിടുത്തെ കോൺഗ്രസ് സമൂഹത്തിനാണ്. ഇല്ലെന്ന് കണ്ണടച്ചാൻ പറയല്ല. കോൺഗ്രസ്സുകാരല്ലേ മലപ്പുറത്തെ നിലമ്പൂരിലെ പാർട്ടി ഓഫീസിലെ രാധ എന്ന സ്ത്രീയെ ചാക്കിൽ കെട്ടി കൊണ്ടുപോയത് കോൺഗ്രസ്. നമ്മൾ ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ മാറ്റി പറയരുത്. നമുക്കറിയാം പ്രവാസികൾ 2 തരത്തിലാണ്. എന്ന് പറയുന്ന 2 തരത്തിലാണ് തിരിച്ചു പോകുന്നത്. പുനരധിവാസം, 1 2-3 വർഷം ജോലി ചെയ്തിട്ട് ജോലി നഷ്ടപ്പെട്ടു പോകുന്നവർ, സാമ്പത്തിക ബാധ്യതയിൽ പോകുന്നവർ. മറ്റൊരാളുടെ 10, 20, 25 വർഷം ജോലി ചെയ്തിട്ട് നല്ല സാമ്പത്തികമായിട്ട് തന്നെ പോകുന്നവരാണ്. ഈ ഗവൺമെന്റ് കാഴ്ചപ്പാട് എന്താണ്? ജോലി നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് പുനരധിവാസം വേണം. ജോലി നല്ല സാമ്പത്തികമായി പോകുന്ന ആളുകളെ നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു പദ്ധതി ഉണ്ടാക്കുകയും അവർക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധ്യത ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ പുനരധിവാസമാണ്. 2 മേഖലയാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് UAE ഗവൺമെന്റ് കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തീരുമാനിച്ചത്. 1 വർഷമായി എന്തായിരുന്നു ഫയൽ? ആ ഫയൽ മൂടിക്കിടക്കുകയാണ്. ഇപ്പോഴത്തെ പിണറായി വിജയൻ സഖാവൻ വന്നതോടെ തന്നെ ഓരോ ഫയലും പെറുക്കിയെടുത്ത് അദ്ദേഹം പറഞ്ഞു ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട്. ആ ജീവന്റെ ഭാഗമായിട്ടാണ് കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. പ്രവാസി വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം, അതായത് NDA ഗവൺമെന്റ് കാലത്ത് പ്രവാസി വകുപ്പ് അല്ലെങ്കിൽ പ്രവാസികളുടെ ഒരു അകൽച്ച കാണിച്ച ഒരു ഗവൺമെന്റാണ് ഇപ്പോഴത്തെ മോഡി ഗവൺമെന്റ് അഭിപ്രായമുണ്ട്. ഈ പ്രവാസികളോടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ VK സിംഗ് എവിടെയാണ് നിൽക്കുന്നത്? 600ഓളം ഇന്ത്യക്കാരെ വിദേശത്തു നിന്ന് കൊണ്ടുവരാൻ, യമനിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇന്നുവരെ ദുബായ് വന്നിട്ട് കേരളത്തിലെ നേതാക്കന്മാർ പോയതല്ല, ഇതിനപ്പുറത്തോട്ടൊരു സ്ഥലത്ത് പോയതായിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? VK സിംഗ് അവിടെ 600 പേരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു മന്ത്രി തന്നെ ഇന്ത്യക്ക് പുറത്തു പോയി ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് 30 മലയാളികളുമായിട്ട് തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന സ്ഥിതി സംജാതമായിരിക്കുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 45 ദിവസം കേരള ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട ഓരോ മണിക്കൂറും ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം കാരണം ഈ ഭരണത്തിൻ്റെ ഏറ്റവും കേന്ദ്രീകൃത സെൻറ്ററായ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരെ വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്നത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത്. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉച്ചയ്ക്കും വൈകുന്നേരം ബീഡി വലിച്ച് സെക്രട്ടറി വലിച്ച് ഈ പുറത്ത് ചുറ്റിക്കറങ്ങുന്നവരില്ല, കറക്റ്റ് ടൈമിൽ ഓഫീസിലെത്തുന്നത്. മാത്രമല്ല ഈ ജനങ്ങളുടെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ ഫയലിലും തുടിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് എന്ന് വിളിച്ചു പറയുകയും നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ ഓരോ നിലപാടുകളും ഒരു കുടുംബത്തിൻ്റെ ഭാവിയാണ് നിർണ്ണയിക്കുന്നത് എന്ന് തുറന്നു പറയാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറായിട്ടുള്ളൂ. ഇവിടെ ജാതി മത സാമുദായിക സംഘടനകളുടെ പിന്തുണയില്ലാതെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെ സംരക്ഷകനാണ് തങ്ങളെന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ നിയമസഭയിൽ ചരിത്രരേഖയിലുണ്ടാവുന്ന നിയമസഭ രേഖയിലുണ്ടാവുന്നതാണ്. അതായത് IS ബന്ധം ആരോപിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞത്. 1990കളുടെ ആദ്യഘട്ടത്തിൽ തുടങ്ങിയ ഉദാരവൽക്കരണ, ആഗോളീകരണ
സാമ്പത്തിക നയങ്ങൾ, അതിന് പിന്തുടർച്ച കൊടുത്തുകൊണ്ടുവന്ന BJP ഗവൺമെൻറ്, അതിലേക്ക് തീർച്ചയായിട്ടും വർഗീയത, ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നിൽക്കുന്ന അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ സംഘപരിവാറിൻ്റെ തിട്ടൂരങ്ങളെ അനുസരിക്കാത്ത ആളുകൾ ഈ ഇന്ത്യ വിട്ടു പോകണമെന്ന് സാധ്വി പാർജിയും സാക്ഷി മഹാരാജും അടക്കമുള്ള BJP ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടും വർഗീയപരമായിട്ടും നിലനിൽപ്പില്ലാത്ത ഒരു കാലഘട്ടമാണ് കേരളം നേരിടുന്നത്. ആ കേരളത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ശരിയാണ്, ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ഞങ്ങളെ മയക്കത്തിലേക്ക് ആഴ്ത്തിവിട്ട ഭരണാധികാരികൾ, ആ മയങ്ങിക്കിടക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തീവ്രമായ ചില ചോദനകളുണ്ട്. ആ ചോദനകളിൽ നിന്ന് ഉൾക്കൊണ്ടുവരുന്ന പ്രതീക്ഷകളാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ. ആ സ്വപ്നം നടക്കും. APJ അബ്ദുൽ കലാം സ്വപ്നം കാണാനായിട്ട് മുഴുവൻ ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല സ്വപ്നങ്ങൾ കാണാനായിട്ടും ഓരോ കാര്യങ്ങളാണ്. പക്ഷേ ഈ തോമസ് ഐസക് അവതരിപ്പിച്ച സ്വപ്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ്. ആ സ്വപ്നമല്ല, നടക്കാത്ത കാര്യങ്ങൾ. നമ്മൾ ഒരു ദിവസം കൊണ്ട് തലയിൽ ഒരു മലർപ്പൊടി ഇരിക്കുന്ന അത് വിറ്റ് ഞാൻ ആടിനെ മേടിക്കും, ആടിനെ വിറ്റ് ഞാൻ വളർത്തി അതിനെ വിറ്റ് അതുകൊണ്ട് വലിയൊരു സംഭവമായി മാറും എന്ന രീതിയിലുള്ള സ്വപ്നമാണ് ഈ ബഡ്ജറ്റിൽ. ഇതൊക്കെ നടന്നാൽ ഞങ്ങൾ സന്തോഷിക്കും. അഴിമതി ഇതിനകത്ത് അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ കോൺഗ്രസ് അംഗീകരിക്കുന്നു. 2 സ്ത്രീകളെ മന്ത്രിസ്ഥാനത്തെ കൊണ്ട് കോൺഗ്രസ് അംഗീകരിക്കുന്നു. അഴിമതിയില്ലാതെ കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, കോൺഗ്രസ് അംഗീകരിക്കുന്നു. ഈ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളിയാണ് ഞാൻ. നമ്മുടെ ബഡ്ജറ്റ് വന്നപ്പോൾ എല്ലാ പത്രങ്ങളും ഇതിനെ പ്രകീർത്തിച്ചു. അതിൽ ഏറ്റവും നന്നായി ക്യാപ്ഷൻ കൊടുത്തത് ദ ഹിന്ദു പത്രമായിരുന്നു. ബിഗ് പുഷ് ഫോർ ഇൻഫ്ര ആൻഡ് വെൽഫെയർ ഇൻ കേരള. അതാണ് ഇതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. വെൽഫെയർ കേരളത്തിന് എല്ലാം മറ്റ് സംസ്ഥാനങ്ങളുടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ രംഗത്തും വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോഴും തലകുനിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആദ്യമായി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പുത്തൻ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഈ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന രീതിയിൽ KIF എന്ന് തുടങ്ങിയ ആ പദ്ധതി തന്നെ അതിൽ 12,000 കോടി രൂപയോളം സ്വരൂപിച്ച് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി ഞാൻ ഒരു വലിയ പ്രതീക്ഷയായിട്ട് കാണുന്നത്. അത് കേരളത്തിൽ എല്ലാ രംഗത്തും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും വർദ്ധിക്കുക മാത്രമല്ല ബിസിനസ് രംഗത്തും ജോലി രംഗത്തും എല്ലാം വലിയ ഒരു ബൂസ്റ്റ് തന്നെ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വെൽഫെയർ രംഗത്തും എല്ലാ ക്ഷേമ പദ്ധതികളും കൊണ്ടുവരുന്ന ഈ ഗവൺമെന്റിനെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. നമ്മളാക്കിയതെന്ന് പറയുന്ന പോലെ കേരളത്തെ കേരളമാക്കിയെങ്കിൽ അതിൽ പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും അതുപോലെ തന്നെ പൊതുവിതരണം. ഇങ്ങനെ മൂന്നല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട 3 നീക്കങ്ങളാണ്. അത് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നതെന്നാണ് ഡോക്ടർ മൈക്കിൾ തെരേനെ പോലെയൊക്കെയുള്ള ഒരുപാട് ഗവേഷകന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് സത്യവുമാണ്. പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ കച്ചവട താല്പര്യങ്ങൾ അതിശത്വം വലിക്കുക, അത് പ്രാമാണ്യം അതിന് വന്നിട്ട് പൊതുവിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ ധാരാളം ഫണ്ടുകൾ കിട്ടുന്നുണ്ടെന്നുള്ളതല്ലാതെ പൊതുസമൂഹം ഇടപെടുന്ന സ്ഥലങ്ങളിൽ ചില വിദ്യാലയങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പൊതുവിദ്യാലയത്തെ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് അനാകർഷകമാവുകയും ഈ പൊതുവിദ്യാലയങ്ങളെ അവഗണിക്കുകയും ചെയ്യുക. ഈ ഗവൺമെൻറ് വന്നപ്പോൾ നല്ലൊരു സൂചകം നമുക്ക് കിട്ടിയത് ഈ നാട്ടുകാരിടപെട്ട്, പ്രദീപ് കുമാർ MLA പോലുള്ള ആളുകൾ ഇടപെട്ട്, അതുപോലെ നാട്ടുകാരിടപെട്ട്, കക്ഷിഭേദം മറന്ന് എല്ലാവരും ഇടപെട്ട് രക്ഷപ്പെടുത്തിയെടുത്ത റിയൽ എസ്റ്റേറ്റിന് വിൽക്കാൻ പോയ ഒരു സ്കൂളിനെ രക്ഷപ്പെടുത്തിയെടുത്ത മലാപ്പറമ്പ് സ്കൂൾ. ആ സ്കൂൾ പോലെയുള്ള നിരവധി സ്കൂളുകളുണ്ട് നമുക്കറിയാം. ആ സ്കൂളിനെ എന്ത് വില കൊടുത്തും അങ്ങേയറ്റം വരെ പോയിട്ട് സുപ്രീം കോടതി വരെ പോയാലും ഇല്ല, അതിനെ സമൂഹത്തിന് തിരിച്ചു പിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഈ പൊതുവിദ്യാലയത്തിൻ്റെ പക്ഷത്താണ് എന്നുള്ള ഒരു നിലപാട്, അതൊരു വലിയൊരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ദരിദ്രപക്ഷ സമീപനമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ LDFൻ്റെ പ്രകടന പത്രികയെങ്കിൽ ആ സമീപനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പൊതുവിദ്യാലയങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾ എന്ന് ഈ ബഡ്ജറ്റിൽ അതിന് നല്ല സൂചകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ UDF പറഞ്ഞ ന്യായീകരണമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ പണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞ് ഒരു തട്ടുകട തുടങ്ങാൻ കേരളത്തിൽ ഒരു പഞ്ചായത്ത് നിന്ന് ലൈസൻസ് വേണം. പക്ഷേ ഒരു സ്വാശ്രയ കോളേജ് കൊണ്ടുവരാൻ യാതൊരു നിബന്ധനയും കൊണ്ടുവരാതെ കൂണുപോലെ കേരളത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കേരളത്തിലെ എഞ്ചിനീയറിംഗ് പരീക്ഷയിലെ വിജയശതമാനം 15% താഴെയാണ്. ഇത്ര നിലവാരം കുറഞ്ഞ രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തത് കേരളത്തിലെ UDF. ഇത് ഷോർട്ട് ഫിലിമുകളുടെ കാലമാണ്. പ്രവാസ ജീവിതത്തെ തങ്ങളുടെ കണ്ണിലൂടെ കാണുന്ന പുതിയ ദൃശ്യാനുഭവങ്ങൾ.
സാങ്കേതികവും സർഗാത്മകവുമായ തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ചികഞ്ഞു നോക്കുന്നതിന് പകരം ജീവിതാഭിമുഖ്യം കണ്ടെത്തുകയാണ് വേണ്ടതെന്ന ബോധം സൃഷ്ടിക്കുന്ന ഷോർട്ട് ഫിലിമുകൾക്ക് ഞങ്ങൾ പ്രോത്സാഹനം നൽകാറുണ്ട്. കൃഷ്ണകുമാറിൻ്റെ സുലൈമാനി എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഗൾഫ് പ്രവാസത്തിൻ്റെ ജീവിത യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവർ തയ്യാറാക്കുന്ന ഷോർട്ട് ഫിലിമുകൾ ചിലപ്പോൾ വളരെയേറെ ഹൃദയസ്പർശിയായി മാറാറുണ്ട്. ജീവിതത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന ഒരു ഏട് എന്ന രീതിയിൽ അനുഭവങ്ങളുടെ ഈർപ്പം ഇത്തരം ഷോർട്ട് ഫിലിമുകളിൽ കാണാവുന്നതാണ്. തൊഴിൽ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി സൃഷ്ടിയുടെ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഉദ്യമങ്ങളാണിത്. ഏത് കലാസൃഷ്ടിയും ആസ്വദിക്കാനും വിശകലനം ചെയ്യാനും കഴിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആസ്വാദന നിലവാരം ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. ജീവിതമാണ്, ജീവിതാനുഭവമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആസ്വാദകരുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ ക്രിയാത്മക സ്വഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. പഴയതുപോലെയല്ല പുതിയ ഹ്രസ്വചിത്രങ്ങൾ. സാമ്പത്തികമായ പിന്തുണ ലഭിക്കുമ്പോൾ പ്രൊഫഷണൽ സമീപനവും അതിൽ പ്രകടമാവുന്നു. എന്നാൽ പല ഷോർട്ട് ഫിലിമുകളോ എങ്ങനെയെങ്കിലും ഒരു ക്യാമറ സംഘടിപ്പിച്ച് എഡിറ്റ് ചെയ്ത് ഉടനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഇതാണ് പലരുടെയും ഉദ്യമം. അതേസമയം ഇത്തരം ഷോർട്ട് ഫിലിമുകൾ യഥാർത്ഥ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ സുലൈമാനി അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിമല്ല എന്നത് വളരെയേറെ പ്രശംസനീയമാണ്. ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും ജീവിതത്തിന് നേരെ വെക്കുന്ന ക്രിയാത്മകമായ കണ്ണാടിയാണ്. പ്രവാസ ജീവിതത്തെ അതിൻ്റെ ഉൾക്കാഴ്ചയോടെ കാണുന്ന ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററികളും ഒട്ടേറെ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ദൃശ്യാനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ജീവിത കാഴ്ചപ്പാടിൻ്റെ ആഴത്തിലുള്ള വേരുകൾ പടരുന്നത്. നഗരത്തിൽ വരുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെയും നഗര വികസനത്തിൻ്റെ ഭാഗമായിട്ട് പല വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചില ബിൽഡിങ്ങുകൾ മുനിസിപ്പാലിറ്റി പൊളിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചായക്കട പൊളിച്ചു മാറ്റാൻ നോട്ടീസ് വരികയും അത് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വമാണ് ആ ചായക്കട. അപ്പോൾ അതിൽ അദ്ദേഹം വേറെ വഴിയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ നിസ്സഹായരാണ് അത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർ പലപ്പോഴായി ഞങ്ങളെ ഫോണിൽ വിളിച്ച് പരാതി പറയാറുണ്ട്. പ്രധാനമായും തൊഴിൽ മേഖലയിൽ കാണപ്പെടുന്ന അസന്തുലിതാവസ്ഥയെപ്പറ്റി. തൊഴിലുടമ തങ്ങളെ ബോധപൂർവം ഒരു വെള്ളക്കടലാസിൽ ഒപ്പിടിച്ചു വാങ്ങി. എന്താണ് ആ കടലാസിൽ എഴുതിയതെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് ചതി മനസ്സിലാവുന്നത്. തങ്ങൾക്ക് ലഭിക്കാനുള്ള തൊഴിൽ മേഖലയിലെ അവകാശപ്പെട്ട തുക കൈപ്പറ്റി എന്നെഴുതി അതിൽ ഒപ്പിടുവിച്ചുവെന്ന്. ഈ ഒപ്പിട്ട കടലാസ് നിയമപ്രകാരം നിലനിൽക്കുന്നതാണ്. അത് മനസ്സിലാക്കാതെയാണ് പലരും, നമ്മുടെ പ്രവാസി മലയാളികളടക്കം പലരും, തൊഴിൽ ഉടമകൾ പറയുമ്പോൾ ഉടനെ തന്നെ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. തന്ത്രപരമായിട്ടായിരിക്കും തൊഴിലുടമ ഇത്തരം കരാറുകളിൽ തൊഴിലാളികളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത്. ചിലപ്പോൾ ഭീഷണിയും ഉണ്ടാവും. ആജീവാനന്ദ പ്രവേശന നിരോധനം എന്നൊക്കെ പറഞ്ഞുള്ള ചൂഷണവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തൊഴിലുടമയോ മറ്റുള്ളവരോ ഏതെങ്കിലും വെള്ളക്കടലാസിൽ മനസ്സിലാകാത്ത ഭാഷയിൽ ഒപ്പിടാൻ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കലാണ് ബുദ്ധി. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.